ഹായ്, ഗുഡ് മോർണിംഗ്. മൈ പോസിറ്റീവ് വൈബ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ അല്ലെങ്കിൽ ചെടികളെ പറ്റിയുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്നൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മുഴുവൻ കേൾക്കുക. ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലൊരു ചെറിയൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ആ കമൻറ്റിൻ്റെ ഫസ്റ്റ് നമുക്ക് വായിച്ചാൽ എന്താണെന്നറിയാം. സെക്കൻഡ് വേർഡ് എനിക്ക് മനസ്സിലായില്ല എന്താണ് അവർ ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സന്തോഷമാണ് ഈ ഗാർഡനിങ്ങും അതുപോലെ തന്നെ പെറ്റൂണിയയുടെ പ്ലാന്റുകളും പുതിയ പൂക്കൾ വിരിയുന്നതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സന്തോഷമാണ്. പക്ഷേ ആ വ്യക്തിപരമായിട്ടുള്ളൊരു സന്തോഷം എൻ്റെ ചാനലിലൂടെ ഞാൻ വീഡിയോ ആക്കി ഇടുന്നുണ്ടെങ്കിൽ അത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരും ഒരുപാട് അമ്മമാരും ഒക്കെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. പേഴ്സണലി എനിക്ക് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട്, അല്ലാണ്ടും നമ്മുടെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടാറുണ്ട്. അപ്പം അവർക്കൊക്കെ, അതായത് ഇതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്നും എൻ്റെ ഗാർഡനിൽ വിരിയുന്ന പുതിയ പൂക്കളുടെ പിക്ചേഴ്സ് ഇട്ട് എൻ്റെ സന്തോഷം നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ചാനൽ ഓരോ പോസ്റ്റുകളും ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്ക് എത്തിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയേക്കണത്. അപ്പോൾ മിക്കവരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് സെയിൽ പോസ്റ്റ് കാണാത്തതെന്നുള്ളത്. കാണാത്തത് എന്നുള്ളത് ഒറ്റ റീസണേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ പ്ലാന്റുകൾ സെയിലിന് അവൈലബിൾ അല്ല. ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും ഈ കാലാവസ്ഥയുടെ ഇതുകൊണ്ട് ഒത്തിരി പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സെയിലിന് വേണ്ടിയിട്ട് വെക്കുന്ന പ്ലാന്റുകളും അഴുകിപ്പോവുകയൊക്കെ ചെയ്യുന്നൊരു കാലാവസ്ഥയാണ് നമുക്കിപ്പോൾ ഉള്ളത്. മഴയും ഇടയ്ക്ക് വെയിലും അതൊക്കെ പെറ്റൂണിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ സെയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ബൾക്കായിട്ടൊരു സെയിൽ എനിക്ക് വരും. കാരണം ഒത്തിരി ആൾക്കാർ ഈ ഒരു പെറ്റൂണിയ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പം അതെനിക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ കൊടുക്കാവുന്ന രീതിയിൽ പ്ലാന്റുകളായ ശേഷം സെയിലിടാം എന്നുള്ള വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പം എൻ്റെ ഗാർഡനിൽ ഒത്തിരി പുതിയ സുന്ദരി കുട്ടികൾ വിരിയാറുണ്ട്. അപ്പം അവരെയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അതിൽ നിന്ന് സീഡുകളോ ചെറിയ ചെറിയ കട്ടിങ്സൊക്കെ ഞാൻ പതുക്കെ പിടിപ്പിച്ച് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് കാലാവസ്ഥ കുറച്ചൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കുറച്ചൊക്കെ വെച്ചത് പിടിച്ചിട്ടുമുണ്ട്. അപ്പം ഞാനൊരു നല്ല റൂട്ടായി ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആകുമ്പോൾ സെയിലായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഇങ്ങനെയുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഒരു നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് വരുന്നത്. എനിക്ക് ഒത്തിരി അങ്ങനെ എന്നെ അത് ബാധിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ കമൻറ്റുകൾ നമ്മൾ വളരെ എന്താ പറയണേ, ആകാംക്ഷയോട് കൂടിയാണ് നമ്മുടെ വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും കാണുന്നുണ്ടോ അല്ലെങ്കിൽ കമൻറ്റുകൾ വരുന്നുണ്ടോ, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആകുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് നമ്മുടെ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് നമ്മൾ വീഡിയോയുടെ താഴെ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കമൻറ്റുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരു വിഷമമാണ്. കാരണം നമ്മൾ സന്തോഷത്തിൻ്റെ രീതിയിൽ ചെയ്യുന്നത് അത് ആർക്കും ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചാനലിലൂടെ ചെയ്യാറില്ല. ജസ്റ്റ് ഈ ഫ്ലവേഴ്സിൻ്റെ കാര്യങ്ങളും പിന്നെ ചെടികളെക്കുറിച്ചുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചാനൽ കാണുന്ന വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. അതല്ലാതെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ദയവ് ചെയ്ത് ആരും പോസ്റ്റ് ചെയ്യരുത്. ലൈക്ക് ചെയ്തില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താ പറയണേ, ഇങ്ങനെയുള്ള ഒരു കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വരും. പിന്നെ നമുക്ക് ഇടാൻ തന്നെ ഒരു എന്താ പറയണേ, ഇന്ന് ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം അതുകൊണ്ടാണ്. ഇനിയാണെങ്കിലും നമുക്കൊരു പോസ്റ്റ് ഇടുമ്പം ഇനിയും നമുക്ക് ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുമോ എന്നുള്ളൊരു ഇതാണ് നമുക്ക് ആദ്യമേ മനസ്സിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കമൻറ്റുകൾ നിങ്ങൾ ഇടാതിരിക്കുക. നമ്മൾ ഈ ചാനലിലൂടെ ആരെയും ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഫ്ലവർ എല്ലാവർക്കും
ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം പുതിയ പുതിയ ഫ്ലവേഴ്സുകൾ വിരിയുമ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നുള്ളൊരു ഇത് മാത്രമാണ് നമ്മളതിലൂടെ എയിം ചെയ്യുന്നത്. പിന്നെ മാനസികമായിട്ടുള്ളൊരു സന്തോഷം, ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷവും അതൊക്കെയാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ആരും അങ്ങനെയുള്ള ബാഡ് കമൻ്റ് ഇടരുത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണ്, സ്കിപ്പ് ചെയ്ത് പോവുക. പിന്നെ ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അത് ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ പറയുകയാണ്. ഒരുപാട് കൂട്ടുകാർ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സന്തോഷം ഞാൻ തീർച്ചയായിട്ടും ഇനിയും നിങ്ങളിലേക്ക് പകർന്നു തരുന്നതാണ്. പെറ്റൂണിയ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൊരു മായികമായിട്ടുള്ളൊരു ലോകമാണ്. കാരണം പല വൈവിധ്യങ്ങളാർന്ന വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടായി വരുന്നത്. അത് നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ഫ്ലവർ വിരിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ ഒരു പ്രഷ്യസ് മനസ്സിലാവുള്ളൂ. അപ്പം ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം ആ ഒരു ബാഡ് കമൻറ്റ് വന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഇനിയും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, കാണുന്നവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമുള്ളവർ മാത്രം കേട്ടോ, ഇഷ്ടമില്ലാത്തവർ ചാനൽ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പം ഇന്ന് ഇത്രയും എനിക്ക് പറയേണ്ടി വന്നത്, എനിക്ക് ഇന്നലെ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ കുറച്ച് വിഷമം തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളിലേക്കൊന്ന് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ വരും. പുതിയ പൂക്കൾ നിങ്ങളെ കാണിക്കുകയും ചെയ്യും. എൻ്റെ സന്തോഷം നിങ്ങളിലേക്ക് പകർന്നു തരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരും അതാണ്, മൈ പോസിറ്റീവ് വൈബ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പോസിറ്റീവായിട്ടുള്ള ഹാപ്പിനെസ് ആയിട്ടുള്ള നിമിഷങ്ങൾ, എന്തൊക്കെ കമൻസ് വന്നാലും ഒക്കെ ഞാൻ അതിനൊന്നും ബോധേഡല്ല. പിന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ചാനലിലൂടെ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെയുള്ള ബാഡ് കമൻറ്റ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ഇനിയും വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്കും സപ്പോർട്ട് ചെയ്തവർക്കും അല്ലാത്തവർക്കൊക്കെ ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.